കർണാടകയിൽ മലയാളി നഴ്സ് വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കും സസ്പെൻഷൻ. പ്രിൻസിപ്പൽ സന്താനം സ്വീറ്റ് മേരി റോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ സുജാത എന്നിവർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ നടപടി. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, നേരത്തെ ഈ അനാമികയുടെ കുടുംബം ചില ഗുരുതരമായ പരാതികൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അടക്കമുള്ള ആളുകൾക്കെതിരെയായിരുന്നു. അവരുടെ മാനസിക പീഡനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന പരാതി അവർ ഉയർത്തിയിരുന്നു. മാനേജ്മെന്റ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ? കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, കർണാടകയിലും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ബംഗളൂരുവിലെല്ലാമുള്ള കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ, അതായത് മലയാളി വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആരോപണങ്ങൾ, അതായത് ഈ മാനേജ്മെൻറ്റുകൾക്കെതിരെയുള്ള ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ട്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ പരിശോധന നടത്തുകയോ അച്ചടക്ക നടപടിയെടുക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് വളരെ അപൂർവമായാണ് ഇത്തരം നടപടികൾ ഉണ്ടാകാറുള്ളത്. പലപ്പോഴും അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ സെറ്റിൽ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ അനാമികയുടെ മരണത്തിൽ ശക്തമായ നിലപാട് കുടുംബവും അതോടൊപ്പം തന്നെ ആ കോളേജിലെ വിദ്യാർത്ഥികളും സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസാധാരണമായി കോളേജിൽ ഈ പ്രധാന കവാടം ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ പോയി. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരം ഇപ്പോൾ ഈ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇൻറ്റേർണൽ ഒരു പരിശോധന മാനേജ്മെൻറ്റ് നടത്തി. അതിനുശേഷം ഈ പ്രിൻസിപ്പലിനും അതോടൊപ്പം തന്നെ അനാമികയുടെ ക്ലാസ്സിൽ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരുവരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതായത് കുടുംബവും സഹപാഠികളും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മാനേജ്മെൻറ്റും ശരിവെക്കുകയാണ്. പക്ഷേ ഈ നടപടിയിൽ മാത്രം തൃപ്തിയില്ല, അല്ലെങ്കിൽ ഈ നടപടി മാത്രം പോരാ എന്നതാണ് ഈ അനാമികയുടെ സുഹൃത്തുക്കളും ആ കുടുംബവും പറയുന്നത്. ഈ പോലീസിൻ്റെ നടപടി, നിയമപരമായ നടപടി ഉണ്ടാകണമെന്നതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ കോളേജിലെത്തി ചില മൊഴി രേഖപ്പെടുത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നടപടി അതിലുണ്ടായിട്ടില്ല. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണം എന്നതാണ് വിദ്യാർത്ഥികളുടെ എല്ലാം ആവശ്യം. അത്തരം നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും സംശയമുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അനാമികയുടെ ക്ലാസ്സിൽ തന്നെയുള്ള സഹപാഠികളുടെ മൊഴി പോലും ഇതിന് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പോലീസിൻ്റെ, അതായത് നിയമപരമായ നടപടികൾ ഉണ്ടാകണം. സസ്പെൻഷൻ നടപടിയെ സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിയമപരമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് അനാമികയുടെ കുടുംബവും സഹപാഠികളും ആവശ്യപ്പെടുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്.